സംസ്ഥാനത്ത് UDF സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രി ചർച്ചകൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ചേരുകയാണ്. അതായത് മുഖ്യമന്ത്രി ചർച്ചകളുണ്ട്, അത് വലിയൊരു വിജയം ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു റേസ് ഇപ്പോൾ നടക്കുന്നു, ചർച്ചയുണ്ട്. അതൊരു സ്വാഭാവിക ജനാധിപത്യ പ്രക്രിയ എന്ന നിലയ്ക്ക് കണ്ടാൽ മതിയോ? അല്ല, ഈ കോൺഗ്രസിനെ സംബന്ധിച്ചും UDFനെ സംബന്ധിച്ചും ഏറ്റവും വലിയ വിജയം നേടിയിരിക്കുകയാണ്, ചരിത്ര വിജയമാണ് നേടിയിരിക്കുന്നത്. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സിൽ നേതൃത്വം എല്ലാവരും ഒറ്റക്കെട്ടായി ടീം UDF എന്നുള്ള നിലയ്ക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു. ആ ഒറ്റക്കെട്ടായിട്ട് നിന്നുള്ള പ്രവർത്തനം കൊണ്ടാണ് എല്ലാവരും അവരവരുടേതായ റോൾ വളരെ കൃത്യമായി ചെയ്തതുകൊണ്ടും കൂടിയാണ് ഈ വലിയ വിജയം ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ ഒരു ചർച്ച, അതായത് ഇപ്പം പാർലമെൻ്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം നോക്കാം, അല്ലെങ്കിൽ ഒബ്സർവർമാർ വരുന്നു, അങ്ങനെയുള്ള ഒരു സ്വാഭാവിക പ്രൊസീജിയറിൻ്റെ അവസാനം ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്ന നിലയ്ക്കാണോ അതിനെ കാണുന്നത്? ഇപ്പോൾ വേഗത്തിലൊരു തീരുമാനം ഉണ്ടാകണമെന്നും അല്ലെങ്കിൽ സ്വാഭാവിക ക്ലെയിമിലേക്കുള്ള പ്രഖ്യാപനത്തിലേക്ക് പോകണം, വലിയ വിജയം ഉണ്ടായി, അതിന് ഗ്ലാമർ കുറയ്ക്കരുതെന്ന് പ്രവർത്തകർക്ക് വികാരമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമുക്ക് കണ്ടല്ലോ. പോസ്റ്ററുകളിൽ ആണികൾ സ്ഥാപിക്കുന്നു, സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായം പറയുന്നു. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അഭിപ്രായമൊക്കെ പറയുന്നതിന് കോൺഗ്രസിനകത്ത് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായമൊക്കെ പറയാം. കാരണം എല്ലാവരും ഓരോ നേതാക്കന്മാരുടെ പ്രവർത്തന ശൈലിയൊക്കെ കണ്ട് ഓരോരുത്തരെ പിന്തുണയ്ക്കുന്ന ആളുകളാണ്. അങ്ങനെ അഭിപ്രായം പറയുന്നതിലൊന്നും തെറ്റില്ല. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ടുപോയാൽ തീർച്ചയായിട്ടും KPCC നേതൃത്വവും AICC നേതൃത്വവും ഒക്കെ ഇടപെടും. ആ പരിധി വിട്ട് ആരും പറയരുത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിച്ചാലേ, ഇപ്പം VD സതീശൻ, അദ്ദേഹത്തിന് സ്വാഭാവിക ക്ലെയിമുണ്ട്, അദ്ദേഹമാണ് ഇതിന് ലീഡർഷിപ്പ് എടുത്തത്, അപ്പോൾ സ്വാഭാവിക ക്ലെയിം ഉണ്ടെന്ന് പറയുന്നു. രമേശ് ചെന്നിത്തലയുടെ കാര്യവും അദ്ദേഹം മുതിർന്ന നേതാവ് തന്നെയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല, അപ്പോൾ മത്സരിക്കാത്ത ആൾ വരേണ്ടതുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ളൊരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആവശ്യകതയുണ്ടോ സംസ്ഥാനത്ത്? AICC ഓരോരുത്തർക്കും ഓരോ റോളുകളാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോളാണ് ദേശീയ തലത്തിൽ രാജ്യത്ത് എത്രയോ വിജയങ്ങളുണ്ടായി, അതേപോലെ പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം നേതൃത്വം കൊടുത്ത് മുഴുവൻ സമയവും പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ശ്രീ KC വേണുഗോപാൽ. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ശ്രീ VD സതീശൻ അദ്ദേഹത്തിൻ്റെ റോൾ ഇവിടെ ചെയ്യുന്നു. രമേശ് ചെന്നിത്തല എന്ന മുതിർന്ന നേതാവ്, അദ്ദേഹം ഇപ്പോൾ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റോൾ, ഓരോ തലങ്ങളിലും അദ്ദേഹത്തിന് റോൾ ഉണ്ടാവില്ല. അങ്ങനെ 3 പേർക്കും KPCC പ്രസിഡൻറ്റിനെ, KPCCയെ നയിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തം ഇവരെല്ലാവരും ഇതേ റോളുകൾ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ചെയ്യും. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇവരെല്ലാവരും മത്സരിക്കുകയും ചെയ്തു. ഇവർ 3 പേരും മത്സരിച്ച സമയത്ത് പാർട്ടിയുടെ വലിയ കോർഡിനേഷൻ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ കോൺഗ്രസിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടതാണ്. ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അവരെയൊക്കെ പോയി കണ്ട് അവരെയൊക്കെ ചേർത്ത് നിർത്തി മുമ്പോട്ട് പോകുന്ന വലിയ റോൾ AICCയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ശ്രീ KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ അതുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി നമ്മൾ വിസ്മയങ്ങൾ എന്ന് പറയുമ്പോൾ, ആ വിസ്മയങ്ങൾ ഇപ്പോൾ കണ്ണൂർ 2 പ്രധാനപ്പെട്ട സീറ്റുകൾ തിരിച്ചു പിടിച്ചു. അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും ശ്രീ KC വേണുഗോപാലിൻ്റെ ഇടപെടലുണ്ടായിരുന്നു. കാരണം പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും രമേശ് ചെന്നിത്തലയും ഒക്കെ മത്സര രംഗത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു ലീഡർഷിപ്പ് കൊടുക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശ്രീമതി ദീപാദാസ് മുൻഷി, മറ്റ് AICCയുടെ ഒബ്സർവേഴ്സ് ഉണ്ടായിരുന്നു, സെക്രട്ടറിമാരുണ്ടായിരുന്നു. അതുപോലെ പാർട്ടിയുടെ മറ്റ് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി അവരെല്ലാം വളരെ സജീവമായിട്ട് നിന്നു. അങ്ങനെ എല്ലാവരും അവരവരുടെ റോള് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ G സുധാകരൻ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യമാണ്, ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ്സുകാർ എല്ലാ കാലത്തും സമരം നടത്തിയിട്ടുള്ളതാണ്. പോലീസ് ലാത്തിചാർജിന് ഇരയായിട്ടുള്ളവരാണ്. പക്ഷേ വളരെ പ്രാകൃതമായ രീതിയിൽ അവരെ ആക്രമിച്ച ഒരു രീതി നമ്മൾ കണ്ടു. ഹെൽമെറ്റ് ഇട്ടും ചെടിച്ചട്ടിയിട്ടും ഒക്കെ ആക്രമിച്ചത് അവരെയൊക്കെ. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് തോമസ് ആലപ്പുഴയിൽ നിന്ന് ജയിച്ചു വന്നിരിക്കുകയാണ്. അതെല്ലാം യഥാർത്ഥത്തിൽ ഒരു വിസ്മയം തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ ഇപ്പോൾ ദേശീയ തലത്തിൽ ആയിരുന്നെങ്കിൽ പോലും ശ്രീ KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലാണ് ഇതൊക്കെ ഇലക്ഷൻ സമയത്ത് ഇതെല്ലാം ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയും ഉള്ളൂ. എല്ലാവർക്കും അവരവരുടേതായ റോളുകൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തൊരു ഒറ്റയാൾ പട്ടാളമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരാളാണ് എന്ന് പറയുന്ന ഒരു രീതി ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ CPM-നുണ്ടത്, ഒരു ലീഡർ മാത്രമെന്നുള്ളത്.
ഒരു ലീഡർ മാത്രം എന്നുള്ളത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഏറ്റവും വലിയ ലീഡർ എന്ന് വിളിക്കുന്ന കെ കരുണാകരൻ ഉണ്ടായിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ലീഡർ മാത്രമല്ലല്ലോ, അന്ന് എ കെ ആൻ്റണി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് എല്ലാ കാലത്തും പോയിട്ടുള്ളത്. അങ്ങനെ എല്ലാ നേതാക്കന്മാരെയും ഒരുമിച്ച് കാണുന്ന ഒരു രീതിയും സംസ്കാരവുമാണ് കോൺഗ്രസ്സിനുള്ളത്. അതിൻ്റെ അകത്ത് ഒരാൾ 1% കൂടുതൽ ചെയ്തു, മറ്റേ ആൾ 2% കൂടുതൽ ചെയ്തു എന്നുള്ള ഒരു രീതി കോൺഗ്രസ്സിനില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് പക്ഷേ CPM ഉണ്ടായി. അതിൻ്റെ പതനമാണ് ഇപ്പോൾ കണ്ടത്. ഇപ്പം KC പക്ഷേ അദ്ദേഹം ലീഡർഷിപ്പ് എടുത്തു എന്ന് പറയുന്നത് നിരാകരിക്കുകയല്ല. പക്ഷെ അദ്ദേഹം MLA അല്ല, പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ട്. ഇങ്ങനത്തെ ഒന്നും ചോദ്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. കാരണം എന്താണെന്നറിയാമോ, ഈ രാജ്യത്ത് നിയമം എന്താണ്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഏതൊക്കെ രീതിയിലാണ് ആരൊക്കെ സ്ഥാനാർത്ഥികളാകുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകുന്നത്, അതിനൊക്കെ നിയതമായ ചില രീതികളും നമ്മൾ തുടർന്നു പോകുന്ന ചില കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതിന് നിയമത്തിന് അതീതമായിട്ട് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നിലവിലുള്ള ഭരണഘടനാ പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഭരണഘടനയ്ക്ക് അനുസൃതമായ കാര്യങ്ങളെ ചെയ്യുള്ളൂ. ഇപ്പം ആര് വരണം എന്നുള്ളത് MLA അല്ലാത്ത ആൾക്ക് മുഖ്യമന്ത്രിയാകാം, അത് ഒരു നിയമപരമായി തന്നെ ഭരണഘടന എന്താണോ അനുശാസിക്കുന്നത്, ഞാൻ അടിവരയിട്ട് പറയുകയാണ്, ഭരണഘടന എന്താണോ ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്, ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ തീരുമാനിക്കേണ്ടത്, അതിനെല്ലാം ഭരണഘടനയ്ക്ക് ഒരു ഭരണഘടന പറയുന്നുണ്ട് ഏത് രീതിയിൽ ചെയ്യണമെന്നുള്ളത്. അതിനനുസരിച്ച് മാത്രമേ എല്ലാ സംസ്ഥാനങ്ങളിലും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് ടീം UDF എന്നുള്ള നിലയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു. ആ പ്രവർത്തനത്തിൽ ആരെയാണ് ആക്കേണ്ടത് എന്നുള്ളത് കാലാകാലങ്ങളിൽ പല രീതികളും അവലംബിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഫൈനലി അതെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് AICC ആണ്. അതിനാണല്ലോ AICCയുടെ ഒബ്സർവേഴ്സ് വന്നിട്ടുണ്ട്. ആ ഒബ്സർവേഴ്സ് വന്ന് എല്ലാവരുടെയും അഭിപ്രായം എടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒബ്സർവർമാരുടെ വിലയിരുത്തലായിക്കോട്ടെ, ഇതെല്ലാം പരിഗണിക്കണമല്ലോ തീർച്ചയായിട്ടും. MLA മാരുടെ അഭിപ്രായം ഏറ്റവും പ്രധാനമാണല്ലോ. ഘടകകക്ഷികളുടെ അഭിപ്രായം ചോദിക്കും, MLA മാരുടെ അഭിപ്രായം ചോദിക്കും. അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തും. കോൺഗ്രസ് ഒരു ദേശീയ പ്രസ്ഥാനമാണ്, അതൊരു പ്രാദേശികമായിട്ടൊരു സംസ്ഥാനത്ത് തീരുമാനിക്കാവുന്ന ഒരു കാര്യമല്ലല്ലോ. ഇപ്പം മുമ്പ് തന്നെയാണെങ്കിലും ഇപ്പോൾ നിയമസഭയിലേക്ക് ജയിക്കാത്ത ആൾക്കാരും മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയ കീഴ്വഴക്കമുണ്ട്, അങ്ങനെ അല്ലാതെയും ഉണ്ട്. ഇപ്പോൾ പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം കുറവായിരുന്നപ്പോഴും മറ്റു പദവികൾ തീരുമാനിച്ച ഘട്ടമുണ്ട്. ഇങ്ങനെ ഈ തീരുമാനം എന്തു ആവാം എന്നുള്ള നിലയ്ക്കാണ് അങ്ങനെ. ഞാൻ അതിൻ്റെ അകത്ത് ഇത്രേ പറയുന്നുള്ളൂ. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് MLA മാരുടെ അഭിപ്രായം ആരായും എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ആ അഭിപ്രായം വെച്ച് ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ അതായത് ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനവും ഒക്കെ ആയിരിക്കും അതിൽ തീരുമാനമായിട്ട് വരിക. അല്ലാതെ നിയമം തെറ്റിച്ചൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമല്ലോ, അണികളെ സംബന്ധിച്ച് അവരുടെ വികാരമൊക്കെ ഉണ്ടല്ലോ, അത് പരിഗണിക്കേണ്ടത്. തീർച്ചയായിട്ടും അണികളെ സംബന്ധിച്ചെല്ലാം പല രീതിയിലുള്ള അഭിപ്രായമുണ്ട്. ഇപ്പോൾ പറയുന്ന പേരുകൾ, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളുണ്ട്, ഇനി ചർച്ച ചെയ്യപ്പെടാത്ത പേരുകളുണ്ട്. കുറേ ആളുകൾ ഇന്നലെ ഫേസ്ബുക്കിൽ പറയുന്ന കേട്ടു, രാഹുൽജി വനിതാ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ഇനി വനിതയാകുമോ എന്നുള്ള ഒരു ചർച്ചയുണ്ട്. അങ്ങനെ പല ചർച്ചകളുണ്ട്. ചർച്ചകൾ നടക്കുമല്ലോ, അത് സ്വാഭാവികമല്ലേ. ചർച്ചകളെല്ലാം നടക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യും. പക്ഷേ ഈ ഡൽഹിയിൽ തീരുമാനമെടുക്കുന്ന ദേശീയ നേതൃത്വം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുകളൊന്നും കാണാതെ ആദ്യമായി കാണുന്ന ആളുകളൊന്നും അല്ലല്ലോ. 70 വർഷത്തെ പാരമ്പര്യം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായി അറിയാവുന്ന നേതൃത്വമാണ് ദേശീയ നേതൃത്വം. എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് മാത്രമല്ലേ അവിടെ ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അന്തിമമായി ഹൈക്കമാൻഡും AICCയും തീരുമാനിക്കും. അപ്പോൾ അതിനു മുമ്പ് കയറ് പൊട്ടിക്കണ്ട, അല്ലെങ്കിൽ ആരും സൂപ്പർ പവർ ആവേണ്ടതില്ല. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ആരും ഇവിടെ സൂപ്പർ പവർ ആകുന്നുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഈ സൂപ്പർ പവർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പിണറായി വിജയൻ്റെ മുഖമാണ്. അദ്ദേഹം ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് ഈ കേരളം മുഴുവൻ തൻ്റെ മുഖം മാത്രം വെച്ചൊരു പ്രചരണം നടത്തിയതിൻ്റെ വലിയ പതനമാണ് CPM ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഏകാധിപത്യ പ്രവണതയാണ്. അത് കോൺഗ്രസ്സിലില്ല. കോൺഗ്രസ്സിന് അങ്ങനെ ഒരു സംസ്കാരമില്ല. കോൺഗ്രസ്സിന് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. കോൺഗ്രസ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തെ ജയിച്ചു വരാൻ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം ഉണ്ടായി, എല്ലാവരെയും ഒരുമിച്ച് നിർത്തി എന്നുള്ളത് കൊണ്ടാണ് ഈ വലിയൊരു വിജയമുണ്ടായിരിക്കുന്നത്. അത് എല്ലാവർക്കും ഒരു പാഠം കൂടിയാണ്.
പിണറായി വിജയൻ്റെ സമീപനം ഒരിക്കലും എടുക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും ഒരു പാഠമാണ്. പിണറായി വിജയൻ എടുത്തുപോലെ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് അത് എല്ലാവരും ഉൾക്കൊണ്ട് തന്നെ ഈ പുതിയൊരു ഭരണമൊക്കെ കിട്ടുമ്പോൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പിണറായി വിജയൻ്റെ പതനം എല്ലാ ഭരണകൂടങ്ങൾക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ മുഴുവനുള്ള മുഴുവൻ ഭരണകൂടങ്ങൾക്കും എല്ലാവർക്കും, അതായത് ഭരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ ഒരു പതനം വലിയ പാഠമായിരിക്കണം. ഏകാധിപത്യ പ്രവണത ഒരിക്കലും നല്ലതല്ല. ഇതേപോലെ അഭിപ്രായം പറയണം. കോൺഗ്രസിൽ പറയുന്നത് പോലെ അഭിപ്രായം പറയണം. അവസാനം ഒരു അഭിപ്രായ സമന്വയത്തിൽ എത്തുന്ന ഒരു ഡെമോക്രാറ്റിക് രീതിയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതാണ് മുഖ്യമന്ത്രി ചർച്ചകൾ സംബന്ധിച്ച് ദീപ്തി മേരി വർഗീസ് വിശദീകരിക്കുന്ന. റേസിൽ നേതാക്കളുണ്ട്, പക്ഷേ അന്തിമ തീരുമാനം AICCയും ഹൈക്കമാൻഡും എടുക്കുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. CP വിജേഷിനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യാം, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.